അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്രത്തിൽ മദീനക്കാര് സന്തോഷിച്ച ആഹ്ലാദിച്ച ഒരു ദിവസമുണ്ട്. മദീനക്കാര് ആഘോഷമാക്കിയ ഒരു ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹിജ്റ പുറപ്പെട്ടു എന്ന് വിവരമറിഞ്ഞു മദീനക്കാർ. ഹൃദയത്തിൽ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും തിരമാലകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. മുഹമ്മദ് നബിയെ കേട്ടിട്ടേ ഉള്ളൂ, മദീനക്കാരിൽ പലരും കണ്ടിട്ടില്ല. മുഹമ്മദ് നബിയെ കാണാനുള്ള മനസ്സിന്റെ കൊതി മദീനക്കാരിൽ സന്തോഷമുണ്ടാക്കി, ആഹ്ലാദമുണ്ടാക്കി. ചരിത്രത്തിൽ എഴുതുന്നു, മദീനക്കാര് ഓരോ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, വഴിയോരങ്ങളിലും വീട്ടുമുറ്റത്തും കാത്തിരിക്കും പ്രവാചകനെ കാണാൻ, വരവേൽക്കാൻ. സൂര്യന്റെ ചൂട് കൂടുമ്പോൾ അവർ തിരിച്ചു പോകും. പിറ്റേന്നും അതുപോലെ വന്ന് കാത്തിരിക്കും, തിരിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം വീടിന്റെ മട്ടുപ്പാവിൽ എന്തോ ആവശ്യത്തിന് കയറിയൊരു ജൂതനാണ് ആദ്യമായിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കാണുന്നത്, ദൂരത്ത് നിന്ന് വരുന്നത്. ഉടനെ തന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഓ മദീനക്കാരെ, സന്തോഷിക്കുക, നിങ്ങൾ കാത്തിരിക്കുന്ന പ്രവാചകൻ ഇതാ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു. മദീനക്കാര് കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒന്നടങ്കം മദീന നിറഞ്ഞൊഴുകി. വഴിയോരങ്ങളിൽ ആ പ്രവാചകന് വേണ്ടി അവർ കാത്തിരുന്നു. അവര് പാടാൻ തുടങ്ങി, ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാഇൻ അയ്യുഹൽ മബ്ഊസ് ഫീന ജിഅത ബിൽ അംരിൽ മുതാഅ. അവര് പാടി. മദീനക്കാർക്ക് പാടാൻ അറിയാം, മദീനക്കാർക്ക് സന്തോഷിക്കാൻ അറിയാം, ആഘോഷിക്കാൻ അറിയാം, ആഹ്ലാദിക്കാൻ അറിയാം, മദീനക്കാർക്ക് വരവേൽക്കാൻ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരലോടുകൂടി എല്ലാവരും അടുത്ത് വന്ന്, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിലേക്ക് വാ നബിയെ, എന്റെ വീട്ടിൽ വാ നബിയെ, ഇന്ന് എന്റെ വീട്ടിൽ അതിഥിയാകും നബിയെ. സന്തോഷത്തോടുകൂടി എത്രത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ ഖസ്വ എന്ന അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് വലിക്കാൻ തുടങ്ങിയ പലരും, നബിയെ എന്റെ വീട്ടിൽ വാ നബിയെ. ആദ്യമായിട്ട് പ്രവാചകനെ കണ്ട സന്തോഷം, ആഹ്ലാദം. മദീനക്കാര് പറയുന്നുണ്ട്, മദീനയുടെ ചരിത്രത്തിൽ ഇതിന് മുന്നെയോ ഇതിന് പിന്നെയോ ഇതുപോലെ മദീനക്കാർ ആഹ്ലാദിച്ച, സന്തോഷിച്ച ഒരു ദിവസം ഉണ്ടായിട്ടില്ല. മദീനക്കാർക്ക് സന്തോഷിക്കാൻ അറിയാഞ്ഞിട്ട, ആഹ്ലാദിക്കാൻ അറിയാഞ്ഞിട്ടില്ല. എവിടെ പോയി പ്രിയപ്പെട്ടവരെ അൻസാറുകൾ? എവിടെ പോയി അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം മദീനക്കാരെവിടെ പോയി? ആ പ്രവാചകൻ ജീവിച്ചിരിക്കെ മദീനക്കാരെ നിങ്ങൾ എവിടെ പോയി? ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിഞ്ഞില്ല? എന്തേ ത്വലഅൽ ബദ്റു അലൈന എന്ന് താളത്തിൽ പാടിയ ആ പ്രവാചകനെ വരവേറ്റ് നിങ്ങൾക്ക് എന്തേ പ്രവാചകന്റെ റബീഉൽ അവ്വൽ വന്നപ്പോ ആ റബീഇനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല? നിങ്ങൾക്ക് എന്തു പറ്റി? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കാൻ വേണ്ടി പറയാണ്. അൻസാറുകൾക്ക് എന്തു പറ്റി? പാട്ടുപാട് അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ച മദീനക്കാർക്ക് എന്തുപറ്റി? യസ്രിബുകാർക്ക് എന്തുപറ്റി? അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം എത്ര അൻസാർ സഹാബികളാണ് ജീവിച്ചത്? അൻസാറുകൾ എവിടെ പോയി? അവർ എന്തേ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ മദ്ഹ് ഗാനങ്ങൾ കൊണ്ട് മദീന നിറക്കാമായിരുന്നില്ലേ അവർക്ക്? മദ്ഹ് ഗാനങ്ങൾ കൊണ്ട് റസൂലിന്റെ മദ്ഹ് കണ്ടവരല്ലേ അവർ? ജീവിതത്തിൽ ആ പ്രവാചകൻ അനുഭവിച്ചവരല്ലേ അവർ? എന്തേ അവർക്ക് നല്ല ബൈത്ത് പാടിയിട്ട് മദീനയെ ഒന്ന് പുളകിതമാക്കാമായിരുന്നില്ലേ? അലങ്കരിക്കാമായിരുന്നില്ല മദീനയെ? അവർക്ക് ഒരുമിച്ച് കൂടാമായിരുന്നില്ല? വഴിയോരങ്ങളിൽ കുട്ടികളെ അവർക്ക് റാലി പോലെ നടത്താമായിരുന്നില്ല പ്രവാചകന്റെ മദ്ഹ് പാടിക്കൊണ്ട്? എന്തേ അവര് ചെയ്തില്ല? ഒരാൾ പറയുന്നത് കേട്ടു, മക്കയിലും മദീനയിലും മുമ്പ് റബീഉൽ അവ്വൽ ഉണ്ടായിരുന്നു, ആഘോഷം ഉണ്ടായിരുന്നു, പിന്നീട് അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വന്നപ്പോൾ നിർത്തലാക്കിയതാണ്. ശരിയാണ്. സൗദി അറേബ്യ ഷിയാക്കൾ ഭരിച്ച കാലത്ത് ഉണ്ടായിരുന്നു, അത് പിന്നീട് നിർത്തലാക്കിയതാണ്. ചോദിക്കട്ടെ, മദീനയിലും മക്കയിലും റബീഉൽ അവ്വൽ ഉണ്ടായിട്ടുണ്ട്, അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നിർത്തലാക്കിയതാണ് എങ്കിൽ സഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിട്ടില്ല, സഹാബാക്കളുടെ കാലത്തുണ്ടായിട്ടില്ല, ഒരു കാലത്തുണ്ടായിട്ടില്ല. എപ്പോഴാണ് ഇത് തുടങ്ങിയത്? അല്ല, ഇവര് പറയുന്ന ഘട്ടം വിചാരിക്കും നബിയുടെ കാലം മുതലേ റബീഉൽ അവ്വൽ ആഘോഷം മക്കയിലും മദീനയിൽ ഉണ്ടായിരുന്നു.
മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വന്നിട്ടാണ് ഇതൊക്കെ ഇല്ലാണ്ടാക്കിയത് എന്നാണ് ഇവരുടെ സംസാരത്തിന്റെ രീതി. ഇല്ല പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കെവിടെയോ മദീനക്കോ മക്കക്കോ പരിചയമില്ലാത്ത ഈ ഒരു ആഘോഷം ഇടയ്ക്കിവിടെ എവിടെയോ വെച്ച് തുടങ്ങിയതാണ്. ഷിയാക്കൾ തുടങ്ങിയതാണ്, ഫാത്തിമിയാക്കൾ തുടങ്ങിയതാണ്, റാഫിദിയാക്കൾ തുടങ്ങിയതാണ്. അതിനെ ഏറ്റുപിടിച്ചവരാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ, മറ്റ് സൂഫികൾ. അള്ളാഹുവിന്റെ റസൂലിനോ ഖൈറുൽ ഖുർആൻ ആർക്കോ പരിചയമില്ലാത്ത ഈ ആഘോഷം മദീനക്കാർക്ക് ആഘോഷിക്കാമായിരുന്നു. അവർക്കറിയാം ആഘോഷിക്കാൻ, അവർക്കറിയാം ആഹ്ലാദിക്കാൻ, അവർക്കറിയാം ആശീർവദിക്കാൻ, മദ്ഹ് പാട്ടുകൾ പാടാൻ അവർക്കറിയാം, ഊഷ്മളമായി റബീഅനെ സ്വീകരിക്കാൻ അവർക്കറിയാം. പക്ഷെ അവർ ചെയ്തില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ദീൻ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തെ ആഘോഷിക്കാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ദീനല്ലാത്തത് ചെയ്ത ശീലം അൻസാറുകൾക്കില്ല, മുഹാജിറുകൾക്കില്ല, സഹാബാക്കൾക്കില്ല. അതുകൊണ്ട് അവർ ചെയ്തിട്ടില്ല. ചിന്തിക്കാൻ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.